ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത് ലോകമെമ്പാടുമുള്ള എല്ലാവരും ഈശോയുടെ സ്നേഹം, ദൈവസ്നേഹം അനുഭവിച്ചറിയാൻ വേണ്ടിയാണ്. നമുക്കറിയാം, സങ്കീർത്തനങ്ങളിൽ ദാവീദ് ഒരു ദൈവസ്നേഹം അനുഭവിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്: ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. നമുക്കറിയാം, നമ്മൾ ഈശോയെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അറിയാം, നമ്മളുടെ ഒരു ആഗ്രഹം തമ്പുരാൻ സാധിച്ചു തരുമ്പോഴും, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ യാചിച്ചിട്ടത് സംഭവിക്കുമ്പോഴൊക്കെ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷത്തെക്കാളും വലുതാണ് എൻ്റെ ഈശോ എന്നെ വ്യക്തിപരമായി, പേഴ്സണലായി എൻ്റെ ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ, ഓരോ മനുഷ്യ ഹൃദയങ്ങളിലും ആ ഒരു ബോധ്യം ആഴത്തിലിറങ്ങുമ്പോൾ അതൊരിക്കലും നമ്മുടെ ജീവിതം നല്ല രീതിയിൽ പോകുമ്പോൾ കിട്ടുന്നൊരു ആനന്ദമോ, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുമ്പോൾ കിട്ടുന്നൊരു ആനന്ദമൊന്നുമില്ല. ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ഫീലിംഗ്. അതൊരു വല്ലാത്ത വേറൊരു ആനന്ദമാണ്. അത് ഈശോ അനുഭവിച്ചറിഞ്ഞവർക്കറിയാം. അതുപോലെ ഈശോ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നമുക്കെല്ലാവർക്കും മറ്റുള്ളവരും, അതായത് നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങളെല്ലാം, നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളെല്ലാം ഈശോയുടെ ആ വലിയ സ്നേഹം അനുഭവിച്ചറിയണമെന്ന് നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാവേ. നമുക്കറിയാം, ഒന്ന് യോഹന്നാൻ 4:10 ഇങ്ങനെ പറയുന്നുണ്ട്: നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. ഇതാണ് സുവിശേഷം. അവൻ നമുക്ക് വേണ്ടി സ്വപുത്രനെ അയച്ചു എന്നുള്ളതാണ് സുവിശേഷം. അതാണ് സ്നേഹത്തിൻ്റെ സുവിശേഷം. ആ ഒരു സ്നേഹത്തിൻ്റെ സുവിശേഷം അറിയാത്ത എല്ലാ സഹോദരങ്ങളും ഈശോയെ ഇനി അറിയാനും, ഇനി ആ ദൈവസ്നേഹം അനുഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു ദൈവസ്നേഹത്തിൽ ആഴപ്പെടാനും നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ത്യാഗങ്ങളെടുത്തും പല രീതിയിലുള്ള പ്രാർത്ഥനകളാലും നമുക്ക് കൊച്ചുത്രേസ്യ പുണ്യാളത്തിയൊക്കെ ചെയ്ത പോലെ, കൊച്ചുത്രേസ്യ പുണ്യാളത്തി എന്ന് പറയുന്നത് ഒരു ലോകമെമ്പാടും പോയി മിഷൻ ചെയ്തതൊന്നുമല്ല, പക്ഷെ സ്വന്തം മുറിക്കുള്ളിലിരുന്ന് പ്രാർത്ഥിച്ച ആത്മാക്കളെ നേടിയ ഒരു പുണ്യവതി അത്. അതുപോലെ നമുക്കും ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവർക്കും വേണ്ടി, ഈശോയെ അറിയാൻ വേണ്ടി, ഈ ലോകമെമ്പാടുള്ള എല്ലാവർക്കും വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഈശോയെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.